Hi all, welcome to I+. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതും. ഓൾറെഡി സെക്ഷൻസ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻസ് ഒക്കെ എന്താണ് മിസ്സാക്കുക, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വൃത്തിയായിട്ടുള്ള, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടന്റും മാത്രമാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. Which of one of the following options best describe progressive education? Progressive educationുമായിട്ട് ബന്ധപ്പെട്ട പണ്ടൊക്കെ എന്താണ് ഒരു ചോദ്യം ഒരു ഉത്തരം പരിപാടിയായിരുന്നു. ഇപ്പം അതിനൊക്കെ മാറി രണ്ട് മൂന്നും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. പക്ഷേ ആ കാര്യം കേൾക്കുമ്പോഴത്തേക്ക് എന്താണ് എല്ലാവരും വിചാരിക്കും ഒരുപാട് പഠിക്കണം. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, എന്താ, നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ എന്നുള്ള കാര്യം. ചിലപ്പോൾ എന്താണ് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലൂടെ ഒരു കാര്യം അറിയാമെങ്കിൽ തന്നെ എന്താണ് ഒരുപാട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ചോദ്യം നമുക്ക് നോക്കാം. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയാണ്? ലേണിംഗ് ബൈ ഡൂയിങ്, പ്രൊജക്ട് മെത്തേഡ്, കോപ്പറേറ്റീവ് ലേണിംഗ്, തീമാറ്റിക് യൂണിറ്റ്സ്, റെഗുലർ യൂണിറ്റ് ടെസ്റ്റ്, റാങ്കിങ്, പേഴ്സണലൈസ്ഡ് ലേണിംഗ്, എബിലിറ്റി ഗ്രൂപ്പിംഗ്, ലേബലിംഗ് സ്റ്റുഡൻസ്, പ്രൊജക്ട് മെത്തേഡ്, എബിലിറ്റി ഗ്രൂപ്പിംഗ്, റാങ്കിങ്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ തീർച്ചയായിട്ടും കുട്ടികളെ ഇങ്ങനെ റാങ്ക് ചെയ്ത് വെക്കുക. അവരെ എബിലിറ്റി അനുസരിച്ച് എന്താണ് റാങ്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നമുക്കിതുള്ള ഓപ്ഷൻസ് വിട്ടാൽ എബിലിറ്റി ഗ്രൂപ്പിംഗ് വന്നു, ഇവിടെയും വന്നു. പിന്നെ റാങ്കിങ് നോക്കി, ഇവിടെ റാങ്കിങ് വന്നു, ഇവിടെ റാങ്കിങ് വന്നു. ഉത്തരം കിട്ടിയില്ലേ? നമുക്ക് കൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ പോലും ഉത്തരം കിട്ടിയില്ലേ? നോക്കിക്കേ, ലേണിംഗ് ബൈ ഡൂയിങ്, കാര്യങ്ങൾ എന്താണ് ചെയ്ത് പഠിക്കുക. പ്രൊജക്ട് മെത്തേഡ് എന്താണ്, കാര്യങ്ങൾ എന്താണ് പ്രൊജക്ട്സ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ്, അത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് തന്നെയാണ്. അടുത്ത കോപ്പറേറ്റീവ് ലേണിംഗ് എന്താണ്, സഹകരിച്ചു കൊണ്ടുള്ള പഠനം. അപ്പോൾ തന്നെ ഉത്തരം കിട്ടില്ലേ? തീമാറ്റിക് ആയിട്ട് യൂണിറ്റ്സ്, റെഗുലർ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും. പക്ഷേ ഇത്തരത്തിൽ എന്താണ്, ഇതിൽ പെടാത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആണെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സുഖമായിട്ട് ഉത്തരത്തിലെത്താൻ കഴിഞ്ഞു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, which one of the following statement about progressive education explains education is life itself? ജീവിതം തന്നെയാണെന്ത്, നമ്മുടെ ജീവിതം തന്നെയാണ് ഈ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ രണ്ടും എന്താണ് ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. വിദ്യാഭ്യാസം നേടുക എന്താണ്, നമ്മുടെ ജീവിതം തന്നെയാണ്, ജീവിതത്തിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ ഷുഡ് കണ്ടിന്യൂ ആസ് ലോങ് ആസ് പോസിബിൾ. സ്കൂൾസ് ആർ നോട്ട് റിക്വയർഡ്, ചിൽഡ്രൻ ക്യാൻ ലേൺ ഫ്രം ദെയർ ലൈഫ് എക്സ്പീരിയൻസ്. എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ ഷുഡ് റിഫ്ലക്ട് ദ സോഷ്യൽ ആൻഡ് നാച്ചുറൽ വേൾഡ്. ലൈഫ് ഈസ് എ ട്രൂ എഡ്യൂക്കേറ്റർ. അപ്പോൾ നോക്കിക്കേ, ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷനും എന്താണ് കാണുമ്പോഴത്തേക്കും എന്താണ് ഇതൊക്കെ ശരിയാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, സ്കൂൾ എഡ്യൂക്കേഷൻ ഷുഡ് കണ്ടിന്യൂ ആസ് ലോങ് ആസ് പോസിബിൾ. എത്ര നാളും എന്താണ് സ്കൂൾ എഡ്യൂക്കേഷൻ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകണം. അത് അത്രയും അങ്ങനെ ശരിയായിട്ടുള്ള കാര്യമല്ലേ. ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ഭൗതിക നിലവാരമൊക്കെ ഉയരുമ്പോൾ പിന്നെ സ്കൂൾ സിസ്റ്റത്തിൽ നിൽക്കാണ് നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകുന്നുണ്ടല്ലേ. അടുത്ത നോക്കാം, സ്കൂൾസ് ആർ നോട്ട് റിക്വയർഡ്. സ്കൂളുകളെ ആവശ്യമില്ല, ചിൽഡ്രൻ ക്യാൻ ലേൺ ഫ്രം ദെയർ ലൈഫ് എക്സ്പീരിയൻസ്. കുട്ടികൾക്ക് ലൈഫ് എക്സ്പീരിയൻസ് എന്ന കാര്യങ്ങൾ പഠിക്കാം. പക്ഷേ സ്കൂളുകൾ എന്താണ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. ലൈഫ് ഈസ് എ ട്രൂ എഡ്യൂക്കേറ്റർ. ജീവിതമാണ് എന്താണ് ട്രൂ എഡ്യൂക്കേറ്റർ. ഒക്കെ ശരി തന്നെ. പക്ഷേ എന്താണ് നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളുകൾ ആവശ്യമാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ എന്താണ്, എഡ്യൂക്കേഷൻ സ്കൂൾ ഷുഡ് റിഫ്ലക്ട് ദ സോഷ്യൽ ആൻഡ് നാച്ചുറൽ വേൾഡ്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിദ്യാഭ്യാസം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം, സോഷ്യൽ ആൻഡ് നാച്ചുറൽ വേൾഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. കുട്ടി ജീവിക്കുന്ന അവൻ്റെ സമൂഹവും അവൻ്റെ നാച്ചുറലായിട്ട് അവൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റ് ആയിരിക്കണം. അല്ല ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോഴാണ് എന്ത് സംഭവിക്കാം, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അടുത്ത ചോദ്യം, ആൻഡ് ആൻഡ്രോഗൈനസ് പേഴ്സണാലിറ്റി. നമ്മൾ പൊതുവെ ചോദ്യപേപ്പറുകളിൽ ഈ ഇടയായിട്ടൊക്കെ കണ്ടുവന്ന ടേമുകളാണ്. മുമ്പുള്ള സെക്ഷനിൽ നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് പോലെയുള്ള കൺസെപ്റ്റ്സ് പറഞ്ഞ കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യപേപ്പറുകളിൽ ഇപ്പോൾ വരാറുണ്ട്. കാരണം നമ്മുടെ എന്താണ് കാലത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ്രോഗൈനസ് പേഴ്സണാലിറ്റി refers to men with feminine traits. He has a balance of what are generally considered masculine and feminine traits, tends to be assertive and arrogant, adheres to stereotypical gender roles prevalent in the society. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ നോക്കാം. refers to men with feminine traitsനെ ആണോ നമ്മൾ ആൻഡ്രോഗൈനസ് എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ ഈ ഒരു ടേം നോക്കാം, ആൻഡ്രോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മെൻ
ഗൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിമനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ തന്നെ എന്താണ് മെൻ പ്ലസ് വിമൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്താം. എന്താണ്? ഹാസ് എ ബാലൻസ് ഓഫ് വാട്ട് ജനറലി കൺസിഡർഡ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ട്രൈറ്റ്സ്. നമ്മുടെ സമൂഹം എന്താണ്? ഇതൊക്കെ മാസ്കുലിൻ ട്രൈറ്റ്സ് ആണ്. ഇതൊക്കെ എന്താണ്? പുരുഷന്മാരുടെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഫെമിനൈൻ ട്രൈറ്റ്സ് ആണ്. പക്ഷേ എന്താണ്? ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന അല്ലേ? നമുക്കങ്ങനെ എന്താ സമൂഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് പറയാമല്ലേ? പണ്ടൊക്കെ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി. അപ്പോൾ പണ്ടൊക്കെ എന്താണ്? ഹൂ ഏൺസ് ഫോർ ദ ഫാമിലി എന്ന് പറയുമ്പോൾ ഫാദർ, ഹൂ കുക്സ് ഫുഡ് എന്ന് പറയുമ്പോൾ മദർ എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിട്ട് എന്താണ്? ഫാദറും മദറും ഏൺ ചെയ്യുന്നുണ്ട്, ഫാദറും മദറും കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൗസ് ഹോൾഡ് കൗസൊക്കെ വീട്ടിലെ ജോലികളെല്ലാം എന്താണ്? അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഉണ്ടെങ്കിൽ, ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ എല്ലാവരും എന്താണ്? തുല്യരായി ചെയ്യുന്നു അല്ലേ? ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി എടുത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എന്താണ് അത്തരം കാര്യങ്ങൾ, ചെറിയ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പം എന്താണ്? നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം എന്താണ് ആവശ്യം? ആൻഡ്രോഗൈനസ് പേഴ്സണാലിറ്റിയാണ്. മാസ്കുലിൻ ട്രൈറ്റ്സ് എന്നും ഫെമിനൈൻ ട്രൈറ്റ്സ് എന്നും പറയുന്ന രണ്ട് കാര്യങ്ങളും എന്താണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എന്ത് പറയുക? ആൻഡ്രോഗൈനസ് എന്ന് പറയുന്നത്. അസേർട്ടീവ് ആൻഡ് അറഗൻ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര അറഗൻ്റായിട്ടും പറയുന്നതിൽ നിന്നും മാറാതെ വ്യതിചലിക്കാതൊക്കെ നിൽക്കുന്ന ആ ഒരു കാര്യമാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അതോടൊപ്പം അഡ്ഹേഴ്സ് ടു സ്റ്റീരിയോടിപ്പിക്കൽ ജെൻഡർ റോൾസ് പ്രിവലന്റ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ എന്താ ഈ ഒരു ടേം നോക്കണം കേട്ടോ. ഇപ്പം റിജക്ട് സ്റ്റീരിയോടൈപ്പിക്കൽ ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആൻഡ്രോഗൈനസ് പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താണെന്ന് നോക്കിക്കും? അഡ്ഹേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഉറച്ചു നിൽക്കുക. ജെൻഡർ റോൾസ് പ്രിവലന്റ് ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ റോൾസ്. സ്ത്രീകൾ ഇന്ന ജോലികൾ ചെയ്യാൻ പാടുള്ളൂ, പുരുഷന്മാർക്ക് ഇന്ന ജോലികൾ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാവർക്കും എല്ലാ ജോലിയൊക്കെ ചെയ്യാൻ കഴിയുമെന്നും കാലം തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ? അപ്പോൾ നോക്കിക്കേ, അപ്പോൾ അത് ഇത്ര റോൾസ് ചെയ്യാൻ പാടുള്ളൂ എന്നതിൽ ഉറച്ചു നിൽക്കുന്നത്, അത്രയും സ്റ്റീരിയോടൈപ്പിൽ ഉറച്ചു നിൽക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ചോദ്യം, ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ക്യാൻ ബി കൺസിഡേർഡ് ടു ബി മോട്ടിവേറ്റഡ് ഇഫ്. ക്ലാസ്സിലുള്ള കുട്ടികൾ മോട്ടിവേറ്റഡ് ആണ് എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ സാധിക്കുന്നത്? ദേ കെയിം ടു സ്കൂൾ ആൻഡ് നീറ്റ്ലി ഡ്രസ്ഡ് ഇൻ യൂണിഫോം, ദേ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ്, ദേ ഓൾ ആർ റെഗുലർ ഇൻ അറ്റൻഡൻസ്, ദേ ആസ്ക് ക്വസ്റ്റ്യൻസ് സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ഫ്രം ദ ടീച്ചർ. നാലും നമുക്ക് ശരിയെന്ന് തോന്നും. പക്ഷേ നമ്മുടെ പെഡഗോജിയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഏറ്റവും കോറായിട്ടുള്ള പ്രിൻസിപ്പിളിലോട്ട് നമ്മൾ എത്തണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ശരിയാണ്, അവർ നീറ്റായിട്ട് യൂണിഫോമിൽ ഡ്രസ്സ് ചെയ്തു വരുന്നു, ഡിസിപ്ലിൻ ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അവർ മോട്ടിവേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ തെളിവ് ലഭിക്കുക? ഇഫ് ദേ ആസ്ക് ക്വസ്റ്റ്യൻ സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ഫ്രം ദ ടീച്ചർ. ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ എന്താണ്? കുട്ടികൾ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്. കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുന്നെങ്കിൽ മാത്രമേ അവർക്ക് ഡൗട്ട്സ് വരുത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ അവർ ക്ലാരിഫിക്കേഷൻസ് ചോദിക്കണമെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്താണ്? ആ ക്ലാസ്സിൽ അവർ മോട്ടിവേറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻവൈറ്റ് ചിൽഡ്രൻ ടു തിങ്ക് ക്രിട്ടിക്കലി. നമ്മൾ പഠിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ പെഡഗോജി. ആരുടെ ഐഡിയ ആണ്? പൗലോ ഫ്രൈറിൻ്റെ ഐഡിയ ആണ്. ഏതാണ് പുസ്തകം? പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കുട്ടികൾ ആരെന്ത് പറഞ്ഞാലും അത് അതുപോലെ എന്താണ് വിശ്വസിച്ച് പഠിച്ച് അത് തന്നെ അപ്ലൈ ചെയ്ത് ജീവിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? കാര്യങ്ങളെ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കാണും. എന്തുകൊണ്ട് അങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല, അവർ ചോദ്യങ്ങൾ ചെയ്യണം, സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കണമെന്നാണ് ആര് പറഞ്ഞത്? പൗലോ ഫ്രൈർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബേസിക് ഒരു ചോദ്യമാണ്. ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ കൂട്ടത്തിൽ ഏതാണ്? ഡു യു നോ ദ ആൻസർ ടു ദിസ്? വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? ക്യാൻ യു തിങ്ക് ഓഫ് എ സിമിലർ സിറ്റുവേഷൻ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി ക്യാൻ സോൾവ് ദിസ്? ആദ്യത്തെ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അവിടെ ക്രിട്ടിക്കലായിട്ട് അങ്ങ് ചിന്തിച്ചങ്ങ് പോകണ്ട, എല്ലാത്തിനും എന്താ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ വാട്ട് ആർ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി ക്യാൻ സോൾവ് ദിസ്? പല വഴികളാണ്, പല പെർസ്പെക്റ്റീവാണ്. പല പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ക്രിട്ടിക്കലായി ചിന്തിക്കാനുള്ള കഴിവ് ആർക്ക്? നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യനിലൂടെ അളക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിലുള്ളത്. തീർച്ചയായിട്ടും ഇത്ര ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.